കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. എല്ലാവരും വരൂ. നമുക്ക് ഗുരുവായൂരപ്പനെ ഇന്ന് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് നോക്കണ്ടേ. എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഗണപതി അമ്പലത്തിൽ പോയിട്ട്, കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിലൊന്ന് പോയിട്ട് നേരെ വരാം. അങ്ങനെ ഗണപതിനെ കണ്ട് തൊഴുത് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നാളികേരമൊക്കെ ഉടച്ച് മുട്ടൊക്കെ അറുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഗോപുരവാതിൽ കൂടെ അങ്ങനെ വന്ന് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ ശോഭ അങ്ങനെ കാണുകയാണ്. നെയ്വിളക്കിലെ എണ്ണ ഇങ്ങനെ ആ നെയ്യ് കത്തുന്ന ആ ഒരു ശോഭ അങ്ങനെ ഭഗവാന്റെ ആ ശോഭയും കൂടിയായിട്ട് ഇങ്ങനെ നമ്മളിലേക്ക് എത്തുകയാണ്. ആ ഒരു കാഴ്ച നമ്മുടെ കണ്ണിലേക്ക് എത്തിയ ഭഗവാന്റെ ആ ഒരു കൃപ നമ്മളിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇടതേ വശത്ത് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിനെ, നാരായണീ എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലത്തെ വശത്തെ ആ തൂണൊന്ന് നോക്കിയിട്ട് തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മളിങ്ങനെ സൈഡിലൂടെ അങ്ങനെ വരുമ്പോൾ ആ ശ്രീലകത്തേക്ക്, ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നമ്മൾ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് കാൽത്തളകളൊക്കെ ഇങ്ങനെ കാണാണ്ട് കാലിങ്ങനെ പിണച്ചു വെച്ച മാതിരിയാണ് കാണുന്നത്. രണ്ട് കാലും പിണച്ചു വെച്ച് രണ്ട് കാൽത്തളകളൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കിടക്കണു. ആ ഒരു മഞ്ഞ പട്ട് ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരയിലെ കിങ്ങിണി ഉണ്ട്. അരമണി കിങ്ങിണിയായിട്ട് വലിയ കിങ്ങിണിയാണ്. സ്വർണത്തിൻ്റെ കിങ്ങിണി വെച്ച മാതിരി ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ മാറത്തൊരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ പീലിത്തിരിമുടിയൊക്കെ കാണാണ്ട്, പീലിത്തിരിമുടിയൊക്കെ കെട്ടിയിട്ട് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നെറ്റത്ത് ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ ചാർത്തിയത് നേരെ കാണാനുണ്ട്. കാരണം എന്താ വെച്ചാൽ രണ്ട് കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുക. വേണുഗോപാലനായിട്ടാണെന്ന് ശ്രീലകത്തെ ആ വേണുഗോപാല സ്വരൂപമായിട്ടാണ്. മധുരമായ ഗാനം പൊഴിക്കുകയാണ് വേണുഗോപാലൻ. അതാണ് ഈ കാലമൊക്കെ ഇങ്ങനെ പിണച്ചു വെച്ചിട്ടിങ്ങനെ ആ ഗാനത്തിൻ്റെ ആ മാധുര്യം സ്വയം അറിയാതെ നിന്നിട്ടാണ് അദ്ദേഹം വായിക്കുന്നത്. അപ്പോൾ ഭക്തരെയും കൂടിയും അതിൻ്റെ കൂടെ ഗോപാലന്മാരെയൊക്കെ കൊണ്ടുപോകുന്ന പോലെ നമ്മളെ എല്ലാവരും ആ വേണുഗോപാലൻ നമ്മളിലൊക്കെ കൊണ്ടുപോവുകയാണ്, നമ്മളെ കൂടെ കൊണ്ടുപോവുകയാണ്. ആ മായകളൊക്കെ കാണിച്ച് തന്നിങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വളരെ രസമായിട്ട്, വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. ഇന്നിപ്പോൾ ഉച്ചപൂജ മേൽശാന്തിയാണ്. മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി, പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് കൈ കൊണ്ടും പൊന്നോടക്കുഴലിങ്ങനെ വിളിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ മുരളീധരനായിട്ടുള്ള ആ കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. അങ്ങനെ തിരുമുടിമാലകൾ രണ്ടെണ്ണമായിട്ട് ചാർത്തിയിട്ടുണ്ട്. തുളസിയും തെച്ചിയായിട്ടുണ്ട്, വെളുത്ത പൂവും ആയിട്ട് വേറെ ഒന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണം. അതുപോലെ ഉണ്ടമാലയുണ്ട്, നല്ല വലിയ ഉണ്ടമാലയായിട്ട് വെള്ള പൂവുണ്ട്, താമരയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ രണ്ട് ഉണ്ടമാലയുണ്ട്, രണ്ട് തിരുമുടിമാലയുണ്ട് ചാർത്തിയിട്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. നേരെ നോക്കുക. അപ്പോൾ നമ്മൾ സോപാനത്തിൻ്റെ അവിടെയാണ്, സോപാനപ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അകത്തേക്ക് നോക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന ആളുകൾ ഏത് സമയത്താണെങ്കിലും വേണ്ടില്ല, അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കാണുകയാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ തിരുരൂപം നമ്മൾ മനസ്സിലിങ്ങനെ കാണുക. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വന്ന് തൊഴുത ആ ഒരു പ്രതീതി ഉണ്ടാവും. തൊഴുതവരും തൊഴാത്തവരും ഒക്കെ അതങ്ങനെ ചിന്തിക്കുക. കാരണം കണ്ടവർ ഇപ്പോൾ വീണ്ടും കണ്ട മാതിരിയും കാണാത്തവർ ആദ്യമായിട്ട് അപ്പോൾ കാണുന്ന പോലെയും സങ്കല്പിക്കുക. ഗുരുവായൂരപ്പനെ മനസ്സിൽ അങ്ങോട്ട് നിറയ്ക്കുക. ആ രൂപത്തിൽ, മുരളീധര രൂപത്തിൽ, ആ കളഭം കൊണ്ടുള്ള ആ രൂപം ഇങ്ങനെ കണ്ടിട്ടേ
വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു രൂപം കാണുക. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഇറങ്ങിയിട്ട് വരുമ്പോൾ ആ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ഗണപതി ഹോമവും അതേപോലെ നേദ്യമൊക്കെ ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് നോക്കിയിട്ട് തൊഴുക. അങ്ങനെ തൊഴുതതിന് ശേഷം അഗ്നി കോണിൽ, അതായത് ബലി തൂവുന്ന അവിടെ ഒന്ന് നോക്കിയിട്ട് ആ കല്ല് കാണാം, ബലിക്കല്ല് കാണാം. അതൊന്ന് നോക്കി അങ്ങനെ വീണ്ടും സപ്തമാതാക്കളെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് നിറയെ കളഭം കൊണ്ട്, ചന്ദനം കൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അതിന് മേലെ പൊന്നിൻ്റെ പൊട്ട് ഒക്കെ ഇങ്ങനെ നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മാലയുണ്ട്, താമരമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഞാൻ അവിടെ കണ്ട് തൊഴുതു, ഏത്തൊക്കെ ഇട്ടു. അതേമാതിരി തിരിയുമ്പോൾ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി ദേവിയുടെ ഫോട്ടോത്തിൽ 3 മാലകളുണ്ട്. തുളസിമാലയുണ്ട്, പിന്നെ ചെറിയ താമരമാലയുണ്ട്, അതുപോലെ വെളുത്ത ഒരു മാലയുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ഇനി നേരെ ഇങ്ങനെ നടക്കുക. അങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് തൊഴുത് നേരെ മേൽശാന്തിര അവിടെ വരിക. അവിടുന്ന് മേൽശാന്തി ഇരിക്കേണ്ട അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ആ വാമന രൂപം കൂടിയും കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ആ ഗജേന്ദ്രമോക്ഷമൊക്കെ ഉണ്ട് അവിടെ. അതേമാതിരി ഗരുഡൻ്റെ പുറത്ത് മഹാവിഷ്ണു ഇരിക്കുന്ന ശില്പമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. നിറദീപമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക. നിറയെ മാലകളുണ്ട്, താമരമാലയും തുളസിമാലയൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിനുശേഷം നേരെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്നിട്ട് നമസ്കരിക്കുമ്പോഴേ ആരും പെട്ടെന്ന് നമ്മളോട് എണീച്ച് പോകാനൊന്നും പറയില്ല. അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ട് അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്ന ബാക്കിയുള്ള ശ്രീരാമചന്ദ്രനും അതുപോലെ ഭാർഗവരാമനും ബലരാമനും അങ്ങനെയുള്ള കൽക്കി വരെയുള്ള വേഷങ്ങളൊക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ വീണ്ടും കണ്ട്, കൃഷ്ണനൊരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്, ഒരു താമരമാലയും ചാർത്തിയിട്ടുണ്ട്. അത് കണ്ട് മുരുകൻ്റെ അടുത്ത് വന്ന് ഭസ്മം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞിരിക്കുക. അപ്പോൾ അത് കണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു ഒരു ഇത് ചാർത്തിയിട്ടുണ്ട്, കുങ്കുമം ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കാണുക, അതൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടന്നാൽ നമ്മുടെ താമരക്കണ്ണന്, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണൻ്റെ ശില്പം കാണും, വരച്ച മോറൽ പെയിൻറ്റിങ് ഒക്കെ പുതുതാക്കുകയാണ് എല്ലായിടത്തും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 1:30 അടയ്ക്കണത്. 1:30 അടയ്ക്കുകയെന്ന് പറഞ്ഞാൽ 2 മണി കഴിയും, 2-2:30 ആവും തിരക്ക്. ഇന്നിപ്പോൾ കുറച്ച് കമ്മിയുണ്ടായതുകൊണ്ട് 2 മണിയാകുമ്പോഴേക്കും തന്നെ അടച്ചു. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കണം. അത് കഴിഞ്ഞാൽ ആ മണിക്കിണർ നോക്കിയിട്ട് തൊഴാം. വീണ്ടും നമ്മൾ ആ നൃത്താറയിലേക്ക് നോക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ നൃത്താറ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ അത് കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണാട്ടത്തിൻ്റെ വിഗ്രഹവും നാരദരെയൊക്കെ ഇങ്ങനെ കാണാം. വസുദേവരെയൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരികയാണ്. എന്താ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി തൊട്ട് നേരെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. അവിടെ വന്നിട്ട് ഒന്ന് വെളുത്ത ഒരു പട്ടൊക്കെ ഞൊറിഞ്ഞിട്ടാണ്, അതിൻ്റെ മേലെ ചുവന്ന പട്ടും, അങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ നല്ല ഇതായിട്ടാണ് ഗോളയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളും. ഇടത്തരികത്തുകാവിലെ ഭഗവതീനെ അമ്മ അനുഗ്രഹിക്കും.
വനദുർഗ ആയിട്ടാണല്ലോ രൂപം, മേൽക്കൂരയില്ലാതിരിക്കല്ലേ. അപ്പോൾ ഭദ്രകാളി, ദുർഗ, പാർവതി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആദിപരാശക്തിയുടെ രൂപമാണല്ലോ. അപ്പോൾ എല്ലാവരും തൊഴുതോളും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് ഇനി ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നടന്നാൽ ആ കോർണറിലെത്തിയ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മമ്മിയൂരപ്പൻ്റെ അവിടേക്ക് നോക്കിയിട്ട് സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ടൊന്ന് മനസ്സിരുത്തിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിലേക്ക് വരുത്തുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് ശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരിക. അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ വീണ്ടും ആ ആൾരൂപം വഴിപാടൊക്കെ കഴിഞ്ഞിടത്ത് നല്ല തിരക്കാണ്. മഞ്ചാടി വരുന്നിടത്തൊക്കെ കുറേ കുട്ടികൾ മഞ്ചാടി വാരുണ്ട്. അത് മാത്രമല്ല വലിയ ആൾക്കാരും മഞ്ചാടി വാരിയുണ്ട്. കുറുമ്പ് കൂട്ടാനാണെന്ന് തോന്നുന്നു, എല്ലാവരും വാരുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ശ്രീലകത്തേക്ക് നമ്മൾ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുരളീധര രൂപത്തിൽ നമ്മളെ അനുഗ്രഹിക്കാനായി നിൽക്കുന്ന ആ കളഭാലങ്കാര പ്രിയനെ കാണുകയാണ്. അങ്ങനെ കണ്ട് കൊടിമരത്തിൻ്റെ അവിടുന്ന് നമ്മളൊന്ന് നമസ്കരിച്ചു. അങ്ങനെ അതിന് ശേഷം നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി. കൂത്തമ്പലത്തിൻ്റെ അവിടെ ഉള്ളിലേക്ക് നോക്കിയാൽ കെടാവിളക്ക് കാണുന്നു, വേദപാരായണം നടത്തുന്നതും പഴയ നെല്ലിമരത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച മാനവേദന ദർശനം നൽകിയതും ആ പീലിത്തിരുമുടിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ച് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാൽ അവിടെ ഉണ്ടെന്ന് കറുത്ത മുണ്ടൊക്കെ ഉണ്ട്. കറുത്ത മുണ്ടും അതേമാതിരി വെളുത്ത ആ ഒരു കോടി കളർ മുണ്ടൊക്കെ ചുറ്റിയിട്ട്, കറുത്ത മുണ്ട് അതിൻ്റെ മേലൊക്കെ ചുറ്റിയിട്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. ചന്ദനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെയും കണ്ട് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിൽ വന്ന് ദീപസ്തംഭത്തിലെ മുരളീധര രൂപത്തെ ഒന്ന് കാണാം. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലേ നോക്കിയാലും അവിടെയും മുരളീധര രൂപം വേണുഗോപാല സ്വരൂപത്തിലാണ്. അപ്പോൾ കണ്ട് തൊഴുതോളൂ. ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധാസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യുർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപത്രേ ജ്വാലപരീതായ സർവദിക്ഷോപണകരായ ബ്രഹ്മണായ പരം ജ്യോതിസേ ഹും ഫട്ട് സ്വാഹ. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളണേ. ഹരേ